നമ്മുടെ CD കൊച്ചിയിൽ വളരെ അപൂർവമായിട്ടൊരു റെയർ ആയിട്ടുള്ള കാഴ്ച തന്നെയാണ് ഫാദർ ആൻഡ് ഡോട്ടർ രണ്ടുപേരും ഒരേ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക എന്നുള്ളത്. ബിസിനസിൻ്റെ ബേസാണ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ആ കാലം കഴിഞ്ഞു. അപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ CDL തന്നെ വന്ന് പഠിക്കണം. നവ്യയിൽ നിന്ന് പഠിക്കാൻ വരുന്നത് സാർ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് നമുക്ക് CDL വന്ന് അടുത്ത ബാച്ച് 10th ജോയിൻ ചെയ്തു? സോ എന്താണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം? അത് ഒരിക്കലും ഇപ്പം വേറൊരാളിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ CDL തന്നെ വന്ന് പഠിക്കണം. ഒരാൾ ബിഗിൻ ചെയ്തു, ഒരാൾ ക്ലാസ് കഴിഞ്ഞ് പോകാറായി. സോ ഹൗ യു ഫീൽ അബൌട്ട് ദ ക്ലാസ്? ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഞാനിനി പഠിക്കാൻ പോണതിലും വെച്ച് ഇത് ലൈഫിൽ വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് കോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏജ് ബാരിയറും ഇല്ലാണ്ടും ജോബ് ബാരിയറും ഇല്ലാണ്ടും എല്ലാവരോടും സുഖത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓരോന്നും അറിയാൻ പറ്റിയതിനും ഭയങ്കര ഹെൽപ്ഫുൾ അയച്ചു. അത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കണ്ടിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഒരേ വീട്ടിൽ നിന്ന് വരുന്ന രണ്ടുപേർ, അത് അച്ഛനും മകളുമായാലോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ? സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെ രണ്ടുപേരാണ്. ഹലോ നവ്യ ആൻഡ് ഹലോ ബദ്രൻ സർ. ഹലോ. സോ നമ്മുടെ CD കൊച്ചിയിൽ വളരെ അപൂർവമായിട്ടൊരു റെയർ ആയിട്ടുള്ള കാഴ്ച തന്നെയാണ് ഫാദർ ആൻഡ് ഡോട്ടർ രണ്ടുപേരും ഒരേ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക എന്നുള്ളത്. സോ എങ്ങനെയാണ് CDയെ കുറിച്ച് അറിയുന്നതും ഇവിടുത്തെ ഒരു ഫീൽഡ് ടെക്നിക്കൽ നോളജസ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റിയത്? ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് CDയെ കുറിച്ച് മനസ്സിലായത്. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കുറേ കമ്പനികളുടെ ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ CDയിലേക്ക് കോൺടാക്ട് ചെയ്തു. സിലബസ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ സിലബസ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു സ്ട്രക്ചറാണ് അതിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ CDയിൽ വന്നു, കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തു. ഫസ്റ്റ് നവ്യനെ ജോയിൻ ചെയ്തു. ബാച്ച് 6 നവ്യ ജോയിൻ ചെയ്തത്. ഇപ്പോൾ കോൺവൊക്കേഷൻ ആവാറായി. അതെ. സോ എങ്ങനെയാണ് CDയുടെ ഒരു ട്രെയിനിങ്ങും ഈ ഒരു ജേർണി, CDയിലെ ജേർണി എങ്ങനെ ഫീൽ ചെയ്യുന്നു? +2 കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് CD അക്കാഡമി മാത്രമല്ല ഇവരുടെ തന്നെ ക്വാഡ് ക്യൂബ്സ് ഏജൻസി ഉള്ള ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയത് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻക്ലൂഡിങ് ലൈവ് ക്യാമ്പയിൻസ്, പ്രൊജക്ട്സ്, ക്വാഡ് ക്യൂബ്സ് അവരുടെ ഏജൻസി ചെയ്യുന്ന പ്രൊജക്ട്സ്, അതുമല്ല ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യാൻ ഡയറക്റ്റ് എക്സ്പേർട്സിനോ ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സിനോട് തന്നെ ചോദിക്കാൻ പറ്റിയതൊക്കെ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് അതിനെല്ലാം എനിക്ക് ലൈക്ക് ഈ കോഴ്സ് വളരെ എന്താ പറയുക, ഡിഗ്രിയിലും ബാക്കി എല്ലാ കോഴ്സിലും വെച്ച് +2 കഴിഞ്ഞ് ഇതിലോട്ട് കയറിയത് ഭയങ്കര വർത്തുവായിട്ട് എനിക്ക് തോന്നി. നവ്യ ഇവിടെ ഇപ്പോൾ പഠിച്ചിറങ്ങാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കുകയാണ്. സോ നവ്യയിൽ നിന്ന് പഠിക്കാൻ വരുന്നിട്ടും സാർ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് നമുക്ക് CDയിൽ വന്ന് അടുത്ത ബാച്ച് 10th ജോയിൻ ചെയ്തു, ഇവിടുന്ന് തന്നെ എക്സ്പോഷർ കിട്ടണം എന്നുള്ള രീതിയിൽ? സോ എന്താണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം? അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് ഇപ്പം സ്ട്രക്ചർ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയല്ലോ, എന്തെല്ലാം സിലബസ് കവർ ചെയ്യുന്നുള്ളത്. അപ്പം അത് ഒരിക്കലും ഇപ്പം വേറൊരാളിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. ഇത് പിന്നെ മാത്രമല്ല ബിസിനസ്സിൻ്റെ ബേസാണ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ ആ കാലം കഴിഞ്ഞു. അപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ CDL തന്നെ വന്ന് പഠിക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാനും കൂടി ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സോ നമുക്കിപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ആയാലും എന്തായാലും ഇപ്പോൾ ആസ് എ ലേണർ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആ ഒരു രീതി, മെത്തേഡ്സ് ആണെങ്കിലും ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഫീൽ ചെയ്തു സർ? ഫസ്റ്റ് തന്നെ ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ വളരെ നന്നായിരുന്നു. എല്ലാവരെയും നന്നായിട്ട് പരിചയപ്പെട്ടു. ആ ഒരു എന്താണ് ഫസ്റ്റ് ഇൻട്രോ വളരെ നൈസായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കോച്ചസ് ആണെങ്കിൽ നന്നായിരുന്നു. പെർഫെക്റ്റായിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷനും നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടും ആ സെയിം ടൈമിന് അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീലിംഗ് വളരെ എന്താണ് ഇതുവരെ കിട്ടാത്തൊരു അച്ചീവ്മെൻ്റ് ആണത്. സോ നവ്യ ഇപ്പോൾ എന്തായാലും ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഒരു MNCയിൽ ജോയിൻ ചെയ്യാനാണോ അതോ സ്വന്തം ബിസിനസ് തന്നെ കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യാനാണോ? എന്താണ് പ്ലാൻ? എന്തുകൊണ്ടും രണ്ടും ചെയ്തുകൂടാ. എനിക്ക് ലൈക്ക് ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് എൻ്റെ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാം. അതുമല്ല ഈ ഒരു കോഴ്സോടെ ഞാനൊരു പ്രോബ്ലം സോൾവർ ആയിട്ട് മാറിയേക്കണതാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ലൈക്ക് ക്രിയേറ്റീവ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പഠിച്ചു. സോ കരിയർ ഓപ്പർച്യൂണിറ്റീസിനും ഞാൻ ഓപ്പൺ ആണ്. കൂടുതൽ ആൾക്കാരെ സഹായിക്കാനും കൂടുതൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. സോ
ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സസിനെ പറ്റി രണ്ടുപേരോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ബിഗിൻ ചെയ്തു, ഒരാൾ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോകാറായി. സോ ഹൗ യു ഫീൽ അബൌട്ട് ദ ക്ലാസ്? നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്? ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഞാനിനി പഠിക്കാൻ പോണതിലും വെച്ച് ഇത് ലൈഫിൽ വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് കോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെ പോയാലും ഇത് ലൈഫ് ലോങ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ലൈക്ക് ഒരിക്കലും ഇത് ഡിം ആവില്ല. എങ്ങനെയായാലും ബൂം ആവണ ഒരു കോഴ്സും ബൂം ആവണ ഒരു ഫീൽഡുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. മറ്റു ബിസിനസ്സിന് എല്ലാത്തിനും നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. സോ ഈ കോഴ്സ് എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു കോഴ്സ് അതും ഇവിടെ CDയിൽ തന്നെ ചെയ്യാൻ പറ്റിയതിനും ഇത് ഇത്രയും ആംബിയൻസ് ഉള്ള ഒരു ക്ലാസ്സിലും പിന്നെ കുറേ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റി. എൻ്റെ ഏജിലുള്ളവരും വലിയവരോടും അതുപോലെ എക്സ്പേർട്സിനോടും ഏജ് ബാരിയറും ഇല്ലാണ്ടും ജോബ് ബാരിയറും ഇല്ലാണ്ടും എല്ലാവരോടും സുഖത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓരോന്നും അറിയാൻ പറ്റിയതിനും ഭയങ്കര ഹെൽപ്ഫുൾ അയച്ചു അത്. സോ CDയിൽ പഠിച്ചത് ഞാൻ വളരെ എന്താ പറയുക ഒരു എനിക്ക് ലൈക്ക് ലൈഫിൽ കിട്ടിയൊരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. ഞാനും ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വരുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഏതായാലും CDയെ വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. So we are also so happy കാരണം അച്ഛനും മകളും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ that show our quality also. So thank you so much for you. വെൽക്കം. താങ്ക് യു. ഇത്രയും അടിപൊളി ക്ലാസ്സും സെഷൻസും എല്ലാം ഞങ്ങൾക്കും പ്രൊവൈഡ് ചെയ്തതിന്. Okay, thank you.